എന്താടി ആരാ സംസാരിക്കുന്നത് നിനക്ക് മനസ്സിലായില്ലേ? എന്റെ നമ്പർ നിന്റെ അടുത്തുള്ളതല്ലേ? സർ, ഈ വോയിസ് എവിടെയോ കേട്ട പോലെ ഉണ്ട്. പക്ഷെ ആരാന്ന് പിടികിട്ടുന്നില്ല. മതി, നീ അധികം അഭിനയിക്കില്ലേ? നിനക്കാരും ഓസ്കാർ അവാർഡൊന്നും തരാൻ പോകുന്നില്ല. ദർശൻ, ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. ഇത്തിരി സമയം തന്നാ ഞാൻ ആലോചിക്കാം സർ. കളിയാക്കുന്നതിന് ഒരു പരിധി ഉണ്ടേ. ഓ, ഇപ്പൊ പിടികിട്ടി. വിക്രമായിരുന്നല്ലേ? എന്താ പെട്ടെന്ന് ഫോൺ വിളിച്ച്? നിന്റെ ശബ്ദം കേട്ട് സന്തോഷിക്കാനല്ല. ആ ഫയൽ എവിടെയാ വെച്ചത്? ഫയലോ? ഏത് ഫയലാ വിക്രം? എപ്പോഴും ഞാൻ മര്യാദയ്ക്ക് സംസാരിച്ചൊന്നും വരില്ല. ആ ഫയൽ എവിടെയാ വെച്ചെന്ന് പറയടി കുരിപ്പേ. കൊള്ളാലോ, നല്ല നല്ല വാക്കുകളൊക്കെ വായിന്ന് വരാൻ തുടങ്ങിയല്ലോ. ഒരു മാഷിന്റെ മകന്, അത് മറക്കണ്ട. ഉപദേശിക്കാൻ നിൽക്കാതെ സത്യം പറ. ഞാൻ കബോർഡിൽ വെച്ച ഫയൽ നീ എവിടേക്കാ മാറ്റിയത്? വിക്രം എന്താ ഉദ്ദേശിക്കുന്നേന്ന് എനിക്കറിയില്ല. ഒന്ന് മനസ്സിലാവുന്ന വിധത്തിൽ പറയൂ. എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. നീ അതെടുത്ത് നോക്കിയതിന് സാക്ഷികളുണ്ട്. സത്യം പറയുന്നത് നിനക്ക് നല്ലത്. ഓ, ആ ഫയലോ? ഇപ്പൊ ഓർമ്മ വന്നു. ഞാൻ തന്നെയാ അത് എടുത്തു വെച്ചത്. അതെന്തിനാ നീ എടുത്തത്? ഇങ്ങനെ ദേഷ്യപ്പെടാനാണെങ്കിൽ ഞാൻ ഫോൺ വെക്കും, പറഞ്ഞേക്കാം. ശരി, ദേഷ്യപ്പെടുന്നില്ല, പറഞ്ഞു തൊലയ്ക്ക്. എവിടെയാ അത്? വീണ്ടും ചീത്ത വിളിക്കുന്നു. അത് കളിക്കാനുള്ളതല്ല വേദ, വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഫയലാ. പറ, എവിടെയാ അത്? അങ്ങനെ മര്യാദയ്ക്ക് ചോദിക്കേ. ആ ഫയല് അത് ഞാൻ എവിടെയോ വെച്ചിരുന്നല്ലോ. എവിടെയായിരുന്നത്? എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. ഞാൻ ആകെ വട്ടായിരിക്കും. ശരിക്കും ആലോചിച്ചിട്ട് പിടി കിട്ടുന്നില്ല. ഒരു കാര്യം ചെയ്യ, ഇങ്ങോട്ട് വന്ന് എന്നെയും കൂട്ടി തിരിച്ചു പോവാൻ നോക്ക്. അവിടെ വന്ന് ആലോചിക്കുമ്പോ ഒരുപക്ഷെ ഓർമ്മ വന്നേക്കും. കൂട്ടി പോരാനോ? ഇങ്ങോട്ടോ? അല്ലാതെ പിന്നെ അവിടെയല്ലേ ഞാൻ ഫയൽ വെച്ചിരിക്കുന്നത്. നീയല്ലേ സകലരോട് യാത്ര പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിയത്? നിങ്ങൾ വന്ന് തിരിച്ചു വിളിച്ചാ ഞാൻ വരുമെന്നും അപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഓർമ്മയില്ലേ? ഇന്ന് എന്റെ അച്ഛന്റെ പിറന്നാളായിരുന്നു. അത് കൂടാതിരിക്കാൻ എനിക്ക് തോന്നിയില്ല. ഇന്നലെ വീട്ടിലെ വഴക്കുണ്ടായപ്പോ അതിങ്ങോട്ട് വരാനുള്ള ഒരു അവസരമായിട്ട് ഞാൻ എടുത്തുന്നേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് എല്ലാ കാലത്തും രക്ഷപ്പെടാനുള്ള ഒരു അവസരമായിട്ട് കരുതിയോ? ഒരു പെണ്ണിനോടൊപ്പം കുറച്ചു കാലം താമസിച്ചില്ലേ എന്ന് ആളുകൾ ചോദിച്ചാ നിങ്ങൾക്കൊരു പക്ഷെ അതൊരു ക്രെഡിറ്റ് ആയിരിക്കും. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. അതുകൊണ്ട് മോൻ വന്നെന്നെ കൂട്ടിക്കൊണ്ടു പോവാൻ നോക്ക്. ഫയലൊക്കെ ഞാൻ എടുത്തു തന്നേക്കാം, പോരെ? വിക്രം വന്നു തോന്നുന്നു. മോളെ, നീ ഉണ്ട് കഴിഞ്ഞില്ലല്ലോ. അച്ഛനോടൊപ്പം ഈ ദിവസം ഒരു ഉരുള കഴിക്കണമെന്നേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അത് നടന്നു, അത് മതി. അത് വിക്രം എനിക്കിട്ടൊരു ചെല്ലപ്പേരാ, വേതാളം. നല്ല ബെസ്റ്റ് പേര്, വിക്രമാദിത്യനും വേതാളവും. മുത്തശ്ശി, അമ്മേ, അച്ഛാ. മോളെ വേദ, പോവാം. കേറ്.
വലിയ വർത്തനം പറയാതെ ഫയലെടുത്താടി. ഇങ്ങനെ അലങ്കോലമാക്കി വെച്ചാ ഞാനത് എവിടെ വെച്ചു എങ്ങനെ ഓർത്തെടുക്കും? ദേ, എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. അവിടെ എല്ലാരും കാത്തിരിക്ക. നോക്കട്ടേന്ന്. അതിപ്പോ എവിടെയായിരുന്നു ഈശ്വര? അവിടെയാന്ന് തോന്നുന്നു. എന്തൊരു ചൂടാ ഇതിനകത്ത്. നോക്ക് നിൽക്കാൻ ആ ഫാൻ ഒന്ന് ഓൺ ചെയ്യും മനുഷ്യ. ഞാനിവിടെ വേവുന്നത് കണ്ടില്ലേ? നിന്നിട്ട് പറക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടില്ല. നിങ്ങളുടെ ഫയല് ഇതെവിടെയാ കിടന്നിരുന്നറിയോ? ദോ അവിടെ. ഇത്രയും വർഷമായി ഇതിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് പേരില്ലേ? അവരുടെ സ്വപ്നമല്ലേ ഇത്? ആരെങ്കിലും എടുത്ത് കളഞ്ഞിരുന്നെങ്കിൽ എന്താവുമായിരുന്നു? അതുകൊണ്ടാ സുരക്ഷിതമായിട്ട് ഞാൻ എടുത്തു വെച്ചേ. എന്നിട്ട് കടിച്ചു കയറാൻ വരുമല്ലേ? ഒരു മിനിറ്റ്. അത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ ഏതോ ആ കബോർഡിൽ പൊടി പിടിച്ച് കിടക്കായിരുന്നു. കഷ്ടപ്പെട്ട് പഠിച്ചവർക്കേ അതിന്റെ വില അറിയൂ. നിങ്ങൾ എന്തുകൊണ്ടാ ഇങ്ങനെയായതെന്ന് എനിക്കറിയില്ല. ആരോടുള്ള പ്രതികാരമാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ജീവിതമൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇതെല്ലാം കണ്ടപ്പോ മറ്റൊരു വിക്രം ഈ വീട്ടിൽ ജീവിച്ചിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. പട്ടയ വിതരണ ചടങ്ങിൽ പാർട്ടിയിലെ നവദമ്പതികൾക്ക് എന്താണ് റോളെന്ന് എനിക്കറിയില്ല. എങ്കിലും അവർ രണ്ടുപേർക്കും ഞാൻ എന്റെ അഭിവാദ്യങ്ങൾ നേരുന്നു. ഇപ്പൊ ഏട്ടത്തിക്ക് മനസ്സിലായില്ലേ ഫോട്ടോ മാറ്റി കൊടുത്തതിന്റെ ഉദ്ദേശം? നമ്മുടെ നാട് സാക്ഷ്യം വഹിക്കുന്നതിൽ നാട് മുഴുവൻ അറിയിക്കണം അവളാണ് വിക്രമിന്റെ ഭാര്യ. പാവൻ രാധ, അവളെ എന്റെ പുറകെ ഓട്ടോ പിടിച്ച് നടക്കത്തേ ഉള്ളൂ. രാധയ്ക്ക് വിക്രമിനോട് ഇഷ്ടമുണ്ടെന്നുള്ളത് ശരി, പക്ഷേ വിക്രമിന് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്നുള്ളത് അവൻ ഒരിക്കലെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെന്താ? ഞാൻ അധികം നീട്ടുന്നില്ല. ഒരിക്കൽ കൂടി എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. വിക്രമിന്റെയും വിക്രം വിവാഹം കഴിച്ച വേദയുടെയും ഫോട്ടോ പാർട്ടിയിലെ നവദമ്പതികൾ എന്ന പേരില് പോസ്റ്ററിൽ വെച്ച് എന്തിനാണെന്ന് പലരും എന്നോട് ചോദിച്ചിരുന്നു. ഇപ്പൊ ഞാൻ അതിന് ഉത്തരം പറയാം. പോസ്റ്റർ അടിച്ചത് ശ്രീനിവാസ സാറാണെന്ന് ഇപ്പം മനസ്സിലായില്ലേ? വിക്രത്തിന്റെയും വേദയുടെയും വിവാഹത്തെപ്പറ്റി കുറെ വിവാദങ്ങൾ സോഷ്യൽ മീഡിയയിൽ പരന്നിരുന്നു. അതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ. ചിലർ വിക്രം വേദയുടെ കഴുത്തിൽ ബലമായി താലി കെട്ടുകയായിരുന്നു എന്ന് ആരോപിച്ചിരുന്നു. വേറെ ചിലരാവട്ടെ വിക്രമും വേദയും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്നും വീട്ടുകാരെ പറ്റിച്ച് വിവാഹം നടത്തുകയായിരുന്നെന്നും പറഞ്ഞു. ആ വീഡിയോ ചെയ്ത യൂട്യൂബറുടെ ബുദ്ധിയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അധികം പേർക്കറിയാത്ത ആ രഹസ്യം അയാളാണ് ആദ്യം പുറത്തുവിട്ടത്. അയാൾ പറഞ്ഞത് ശരിയാണ്. വിക്രത്തിന്റെയും വേദയുടെയും ഒരു പ്രേമ വിവാഹമാണ്. ബഹുമാനപ്പെട്ട തഹസിൽദാരുടെ മുന്നിൽ വെച്ച് ഇവരിന്ന് പരസ്പരം ഒരിക്കൽ കൂടി മാല ചാർത്താൻ പോവുകയാണ്. വിക്രം മാല ചാർത്ത.
നോക്കിക്കോളൂ. തങ്കേച്ചി 1 കിലോ ഗോതമ്പ് പൊടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്തിട്ട് വാ. കാശ് കയ്യോടെ വാങ്ങണേ, ഇല്ലെങ്കിൽ പിന്നെ ചോദിച്ചാ കിട്ടത്തില്ല. ഒരു പെൺകൊച്ചു ഇവിടെ ഇരുന്ന് കരയുന്നത് കണ്ടിട്ട് അതിന്റെ കാരണം അന്വേഷിക്കാതെ അവൾക്ക് ഗോതമ്പ് പൊടി പുഴുങ്ങി തിന്നാനാണ് തിരക്ക്. ഈ ഒക്കെ ഒരു അമ്മയാണോടി? എന്നാ നിങ്ങളൊരു കാര്യം ചെയ്, അവളുടെ കൂടെ നെഞ്ചത്തടിച്ചിരുന്ന് നിലവിളിക്ക്. ഡീ, ആ ചെറുക്കനെ കൊണ്ട് അവളുടെ കഴുത്തില് നാട്ടുകാരുടെ മുന്നിൽ വെച്ച് താലി കെട്ടിച്ചൂന്ന്. അത് കണ്ടുവന്നിട്ടാ എന്റെ മോളിങ്ങനെ സങ്കടപ്പെടുന്നത്. അതപ്പൊ നന്നായത്. അമ്പലത്തിൽ വെച്ച് താലിയും കെട്ടി ഇത്ര നാൾ ആ വീട്ടിൽ പൊറപ്പിച്ചതിനേക്കാൾ വലുതൊന്നല്ലോ അത്. അല്ല, രാവിലെ പെണ്ണിന് ചെറുക്കനെ അന്വേഷിക്കാന്നും പറഞ്ഞ ആളല്ലേ ഇത്? വൈകിട്ട് 2 അകത്ത് ചെന്നപ്പോ സ്വഭാവം മാറിയോ? ഇവളോട് അവന്റെ പുറകെ നടന്നിട്ട് കാര്യമില്ലെന്ന് ഞാൻ എത്ര വട്ടം പറഞ്ഞു എന്നറിയോ? എന്നിട്ട് കേട്ടോ? ഇല്ലല്ലോ. ഇപ്പൊ ഇരുന്ന് മോങ്ങിയിട്ട് ഒരു കാര്യമില്ല. ഇത് നിങ്ങൾ ചെന്നൊന്ന് കൊടുക്കാൻ നോക്ക്. ചേച്ചി പോയിട്ട് വാ മനുഷ്യ അങ്ങോട്ട്. മിസ്റ്റർ ഭർത്താവൻ, ഈശ്വര, ഇത് എന്തൊരു റിയാക്ഷനാടോ? ഞാൻ ഭർത്താവെന്നല്ലേ വിളിച്ചത്? എന്നാൽ ആ വിളി വേണ്ട. വേണ്ട, പകരം മിസ്റ്റർ ഗുണ്ടാന്ന് വിളിക്കാം. എന്താ? അമ്പലത്തിൽ വെച്ച് ബലമായിട്ട് താലി കെട്ടിയപ്പോ മാല മാറ്റാനുള്ള അവസരം ഉണ്ടായില്ല. നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് അതിനിപ്പോ അവസരം ഉണ്ടായില്ലേ? അതില് സന്തോഷിക്കല്ലേ വേണ്ടത്. നീ എന്തിനാടി ഇപ്പൊ ഈ മുറിയിലേക്ക് കെട്ടിയെടുത്തത്? എന്താ, എനിക്കിവിടെ വരാൻ പാടില്ലേ? ഇല്ല, വരാൻ പാടില്ല. എന്തേ? എന്നാ പിന്നെ താൻ ചെന്ന് എന്റെ അമ്മായിയമ്മയോട് കൂടി അത് പറയണം. വിക്രമേട്ടൻ മുറിയിലുണ്ട്, അവിടേക്ക് ചെല്ലാൻ അമ്മയാ എന്നോട് പറഞ്ഞത്. ഓഹോ, അമ്മ പറഞ്ഞ നീ എന്ത് ചെയ്യൂ? തറവാട്ടിൽ പിറന്നൊരു മരുമോള് അങ്ങനെയല്ല വിക്രമേട്ട വേണ്ടത്. എന്നാ ഞാൻ അമ്മയെ കൊണ്ട് കിണറ്റിൽ ചാടാൻ പറയിപ്പിക്കാം. പോയി ചാടറി. മിസ്റ്റർ വിക്രം സുധാകരനെ കൊണ്ട് അതിന് സാധിക്കുമെങ്കിൽ ചെയ്യണം. ഞാൻ കടലിൽ വരെ ചാടാൻ തയ്യാറാണ്. ഞാൻ ശല്യമായോ? ശല്യമല്ല, കുരിശാ നീ. കർത്താവായ ഈശോ മിശിഹ പോലും ചുമക്കാത്ത മരക്കുരിശ്. വേതാളം എന്ന പേരിട്ട് എന്നെ ചേർത്ത് വെച്ചത് ഈ വിക്രമാദിത്യനല്ലേ? അപ്പൊ പിന്നെ ഞാൻ തോളിൽ നിന്ന് ഇറങ്ങുന്നതല്ലേ തെറ്റ്? എന്റെ തോളിൽ ഞാൻ ആരെയും കയറ്റി വെച്ചതല്ല, നീ വന്ന് കേറിയതാ. അതുകൊണ്ട് ഇപ്പൊ എനിക്ക് മാത്രമല്ല, ശ്രീനി സാറിന് കൂടി നാണക്കേടായി. ഓ, ഇക്കാര്യത്തിൽ അയാൾക്ക് എന്താ നാണക്കേട്? അയാളോ? ഓ ശരി, അദ്ദേഹത്തിന് എന്തിനാണാവോ നാണക്കേട്? നീ പോസ്റ്ററിൽ ചെയ്തു വെച്ച കുതന്ത്രം ഉണ്ടല്ലോ, അത് ശ്രീനി സാറിനും പാർട്ടിക്കും വരെ നാണക്കേടായി. ആ നാണക്കേട് കാരണമാ ആ പൊതുവേദിയിൽ വെച്ച് അങ്ങനെ ചെയ്തത്. നിങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിന് നാണക്കേട് തോന്നിയെങ്കിൽ അതിന്റെ മൂല കാരണം നിങ്ങൾ തന്നെയല്ലേ? അതോ നാണക്കേട് ശ്രീനിവാസൻ സാറിന് മാത്രമാണോ തോന്നിയത്? അല്ല, എനിക്ക് നാണക്കേടായിരുന്നു. അല്ല, നിനക്ക് തോന്നുന്നുണ്ടോ? അത്ര വലിയ നാണക്കേടായിരുന്നെങ്കിലേ നമ്മുടെ ലവ് മാരേജ് ആണെന്ന് പറഞ്ഞപ്പോഴും പരസ്പരം മാല ചാർത്താൻ പറഞ്ഞപ്പോഴും നിങ്ങൾ പ്രതികരിച്ചില്ലല്ലോ. എന്തുപറ്റി? ശ്രീനിവാസൻ സാറ് പറഞ്ഞാൽ മറുത്തു പറയാനുള്ള പേടിയാണ്. ഇനി ആ പേടി കൊണ്ടാണ് നാണക്കേട് സഹിച്ചതെങ്കിൽ അത് നിങ്ങളെ പോലെ ഉശിരുള്ള ഒരാണിന് ചേർന്നതാണോ വിക്രം? നീ ഇത് കണ്ടോ? ഇന്നലെ ശാന്തിനഗറിലെ ആളുകൾക്ക് പട്ടയ വിതരണം നടത്തിയപ്പോ വേദിയിൽ വെച്ച് നടന്ന ചടങ്ങാ ഇത്. വേദമോളും വിക്രവും പരസ്പരം മാലയിടുന്നു വെച്ചാ അതിന്റെ അർത്ഥം എന്താ? അവരൊന്നായിന്ന് നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് തെളിയിച്ചു എന്നല്ലേ? ഇനി ഇതിവിടെ ശങ്കരേട്ടൻ അറിയുമ്പോ എന്താവുന്ന എന്റെ പേടി. എന്താവാൻ? അവൻ ചിലപ്പോ ദേഷ്യപ്പെടുവായിരിക്കും. ദൈവത്തിന്റെ തീരുമാനം അതാണെങ്കിൽ
മനുഷ്യൻ ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം? വേദമോളെ ഒന്ന് വിളിച്ചാലോ ഇപ്പൊ? വേദമോളെ, ഹായ് മുത്തശ്ശി. സുഖമല്ലേ മോളെ? അതെ മുത്തശ്ശി. മുത്തശ്ശിക്ക് സുഖമല്ലേ? എനിക്കൊരു സുഖവും ഇല്ല. അതെന്താ മുത്തശ്ശി? വയ്യായിക വല്ലതും ഉണ്ടോ? ഉണ്ട്, പക്ഷേ മനസ്സിനാണെന്ന് മാത്രം. എന്തു പറ്റി മുത്തശ്ശി? എന്താ കാരണം? കാര്യം വേറെ ആരുമല്ല, നീ തന്നെയാ. ഞാനോ? അതെ, നാട്ടുകാരുടെ മുന്നിൽ വെച്ച് നീയും വിക്രവും പരസ്പരം മാലയിടുന്നത് ഫോണിലൂടെ വേണോ ഞാൻ അറിയാൻ? അയ്യോ മുത്തശ്ശി, അതങ്ങനെ പ്ലാൻ ചെയ്തതൊന്നും അല്ല, സംഭവിച്ചു പോയതാ. ആ രാഷ്ട്രീയക്കാരനുണ്ടല്ലോ, അയാള് പെട്ടെന്ന് സ്റ്റേജിലേക്ക് വിളിച്ചപ്പോഴേ എനിക്ക് ചെല്ലാതിരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് നന്നായില്ലേ? നാട്ടുകാരുടെ മുന്നിൽ വെച്ച് അവൻ നിന്നെ അംഗീകരിച്ചതുപോലെ ആയില്ലേ മോളെ? കൂട്ടി യോജിപ്പിച്ച ഉമാമഹേശ്വരന്മാർക്ക് അറിയാം മോളെ അത് നിലനിർത്തേണ്ടത് എങ്ങനെയാണെന്ന്. ആ, നിന്റെ അമ്മ എന്റെ അടുത്തുണ്ട്. എവിടെ? വേദമോളെ, അമ്മ, നീ നിന്റെ ഇഷ്ടം പോലെ തിരഞ്ഞെടുത്ത വഴിയാ ഇത്. അതെന്തായാലും നീ സന്തോഷമായിരിക്കണം, അത്രേ ഉള്ളൂ അമ്മയ്ക്ക്. എനിക്ക് സന്തോഷം തന്നെയാ അമ്മേ. നമ്മുടെ വീടിന്റെ മുമ്പിൽ വന്നേ അച്ഛനോടും ചേട്ടനോടും ഒക്കെ വലിയ ഡയലോഗ് അടിച്ചിട്ട് പോയില്ലേ? ആ കാണിക്കുന്നതൊക്കെ ഉള്ളൂ. വിക്രം ശരിക്കും ഒരു പാവാ, ഒരു കുട്ടി. കുട്ടികളെ കൈകാര്യം ചെയ്യുമ്പോ സൂക്ഷിക്കണം മോളെ. വാശി പിടിച്ചാ പിന്നെ നിക്കില്ല. എന്നോട് വലിയ വാശിയൊന്നും കാണിക്കാൻ വരില്ല മുത്തശ്ശി. കാണിച്ചാലേ എന്ത് വേണോന്ന് എനിക്കറിയാം. അയ്യോ, നീ വഴക്കിടാൻ പോവരുത്. വഴക്കിടൊന്നുമല്ല ചെയ്യാം. നല്ല ചട്ടവും പഴിപ്പിച്ച് ചന്തിക്കൊരു വര വരയ്ക്കും. ചൂന്ന് പൊള്ളുമ്പോ എല്ലാ വാശിയും മാറിക്കോളും. എന്താ മോളെ ഒരു ശബ്ദം? ഒന്നുമില്ല മുത്തശ്ശി, അതൊരു പൂച്ചയാ, കാടൻ പൂച്ച. ആ, എന്നാ ശരി മോളെ. ശരി മുത്തശ്ശി. ഇപ്പൊ കണ്ടില്ലേ പത്മം, നമ്മളെല്ലാവരും കുഴപ്പമാവുന്ന വാണിങ് കൊടുത്തെങ്കിലും അവള് തെരഞ്ഞെടുത്ത ജീവിതത്തില് അവൾക്ക് സന്തോഷമുണ്ടെന്ന് മനസ്സിലായില്ലേ? എന്നും അങ്ങനെയായി കണ്ടാ മതി അമ്മേ, അത്രേ ഉള്ളൂ എന്റെ പ്രാർത്ഥന. എല്ലാം നന്നായി വരും പത്മം. എന്റെ കുട്ടിക്ക് നല്ലൊരു ഭാവി ഉണ്ടാവും. നമുക്ക് ആർക്കും കാണിച്ചു തരാത്തൊരു വഴി ഈശ്വരൻ അവൾക്ക് കാണിച്ചു കൊടുക്കും, എനിക്കത് ഉറപ്പുണ്ട്. ശ്രീജേച്ചി ഇങ്ങനെ താഴ്ന്നു കൊടുക്കുന്നുണ്ടാ അവളിങ്ങനെ എല്ലാവരുടെയും തലേ കയറി നിരങ്ങുന്നത്. അതിന് ഞാൻ എന്ത് ചെയ്തു? അവളെ അനാവശ്യമായിട്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു, അത് തന്നെ. നന്ദിനി, അവളും നമ്മളെ പോലെ ഒരു പെണ്ണല്ലേ? അല്ല എന്റെ ചേച്ചി, നമ്മളെ വീട്ടുകാര് തമ്മിൽ ആലോചിച്ച് ഈ വീട്ടിലോട്ട് കല്യാണം കഴിച്ചു കൊണ്ടുവന്നല്ലേ. അവളോ ഒരു ദിവസം ഈ വീട്ടിലോട്ട് അതിക്രമിച്ച് കയറി വന്നതാ. രണ്ടു തമ്മിലേ നല്ല വ്യത്യാസമുണ്ട്. നീ ഇപ്പോഴും അതിന്റെ പിന്നാലെ നിക്കലേ നന്ദിനി. അതൊരു പാവം കുട്ടിയാ. പാവോ? അവളോ? അത് ശ്രീജേച്ചിക്ക് അറിയാത്തോണ്ടാ. അവൾ ഉപേക്ഷിച്ചു പോകുന്ന സൗകര്യങ്ങൾ എന്താന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്ക് നന്ദിനി. എന്തിനായിരുന്നു അത്? കഴുത്തിലേറെ താരിന്മേലുള്ള ആ കുട്ടിയുടെ വിശ്വാസം. അതിനുവേണ്ടി അവളെ ത്യജിച്ചത് എത്ര വലിയ സുഖ സൗകര്യങ്ങളാണെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അത് അവളുടെ ഇഷ്ടമല്ലേ, നമ്മൾ പറഞ്ഞിട്ടൊന്നും അല്ലല്ലോ. എന്നാ ചില സമയത്ത് മട്ടുപോകാൻ കണ്ടാ തോന്നും നമുക്ക് വേണ്ടി അവൾ ഇതൊക്കെ ചെയ്തേന്ന്. ആയിക്കോട്ടെ, പക്ഷേ ആ തീരുമാനത്തിലേക്ക് അവളെ എത്തിച്ചത് നമ്മുടെ അനിയൻ തന്നെയല്ലേ? അവനാകട്ടെ അത് മനസ്സിലാവുകയും ചെയ്തു. ഇന്നലെ എല്ലാവരുടെ മുന്നിൽ വെച്ചും അവൻ അവളെ മാല ചാർത്തി. അത് തിരിച്ചറിഞ്ഞിട്ടാ. അപ്പൊ നമ്മളായിട്ട് അവളെ അപമാനിക്കാനും നോവിക്കാനും നിൽക്കരുത്. എനിക്കത്രേ പറയാനുള്ളൂ. അപ്പൊ അവള് പറഞ്ഞത് ശരിയാ. ശ്രീജേച്ചി അവളുടെ കൂടെ ചേർന്ന് കഴിഞ്ഞു. ഇനി ഞാൻ കുറച്ചുകൂടി പ്ലാൻ ചെയ്ത് കളിക്കണം. ശരിയാക്കാം.